ഹായ് ഹലോ മക്കളെ, എല്ലാ മക്കൾക്കും എഡ്യൂമേറ്റിന്റെ മറ്റൊരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ സാമൂഹ്യശാസ്ത്രത്തിലെ 4ാമത്തെ പാഠമായിട്ടുള്ള ഗ്ലോബിൽ നിന്ന് ഭൂപടത്തിലേക്ക് എന്നുള്ള പാഠവും അതിലെ മുഴുവൻ പ്രവർത്തനങ്ങളും തുടർ പ്രവർത്തനങ്ങളും ഒക്കെയാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 6ാം ക്ലാസ്സിലെ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി STD6 ന്യൂ സിലബസ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതിലെടുത്ത് നോക്കാവുന്നതാണ്. അപ്പൊ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. സൂര്യനിൽ നിന്നൊരു ചുടുതീക്കുടമായി ശൂന്യാകാശ സരസിൽ വീണു തണുത്തു കിടന്നു മയങ്ങി ഉണർന്നവളല്ലോ ഭൂമി. വായുവിലീറൻ ജീവകണങ്ങളെ വാരിച്ചൂടിയ ഭൂമി. ഭൂമി സനാഥയാണ് എന്നുള്ള കവിതയിൽ നിന്ന് വയലാർ എഴുതിയ അദ്ദേഹത്തിന്റെ 4 വരികളാണ് നമ്മളിപ്പോൾ വായിച്ചത്. സൂര്യനിൽ നിന്ന് അടർന്ന ഒരു തീക്കുടം ശൂന്യാകാശമാകുന്ന പൊയ്കയിൽ വീണ് തണുത്ത് മയങ്ങി ഉണർന്നതാണ് ഭൂമിയായി രൂപപ്പെട്ടതെന്നും അന്തരീക്ഷത്തിൽ ഈറൻ ജീവകണങ്ങളിൽ വാരിച്ചൂടി നിൽക്കുകയാണ് ഭൂമി എന്നുമാണ് വയലാർ രാമവർമ്മ പാടിയത്. അന്തരീക്ഷം, ജലം, അനുകൂല കാലാവസ്ഥ എന്നിവയാൽ സമ്പന്നമായ നമ്മുടെ ഭൂമി പ്രപഞ്ചത്തിൽ ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഒരേയൊരു ആകാശഗോളമാണ്. ഭൂമിയുടെ ആകൃതി, ചലനങ്ങൾ, മറ്റ് സവിശേഷതകൾ എന്നിവ മുൻ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടല്ലോ. ബഹിരാകാശത്തു നിന്നും എടുത്ത ചിത്രങ്ങൾ ഭൂമിയുടെ ശരിയായ ആകൃതി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഗോളാകൃതി തന്നെയാണോ ഭൂമിക്കുള്ളത്? ധ്രുവങ്ങളിൽ അല്പം പരന്നും മധ്യഭാഗം അല്പം തള്ളിയും കാണപ്പെടുന്ന സവിശേഷമായ ആകൃതിയാണ് ഭൂമിക്കുള്ളത്. ഭൂമിയുടെ ഈ ആകൃതി ജിയോയിഡ് എന്ന് അറിയപ്പെടുന്നു. ഭൂമിയുടെ യഥാർത്ഥ മാതൃകയാണല്ലോ ഗ്ലോബ്. ഭൗമോപരിതല സവിശേഷതകൾ മനസ്സിലാക്കുന്നതിനും സ്ഥാനനിർണയം നടത്തുന്നതിനും ഗ്ലോബ് ഉപയോഗിക്കുന്നു. ഗ്ലോബിലെ നെടുകയും കുറുകയുമുള്ള രേഖകൾ എന്താണെന്ന് മുൻ ക്ലാസ്സുകളിൽ പരിചയപ്പെട്ടതാണല്ലോ. ഈ രേഖകളുടെ കൂടുതൽ സവിശേഷതകൾ നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തേത് അക്ഷാംശ രേഖകൾ. ഭൂകേന്ദ്രം ആധാരമാക്കി ഭൂമധ്യരേഖയുടെ ഇരുവശത്തും ഒരേ കോണീയ അകലത്തിലുള്ള ബിന്ദുക്കളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖകൾ. ഭൗമോപരിതലത്തിൽ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വരയ്ക്കുന്ന അക്ഷാംശ വൃത്തങ്ങളാണ് ഇവ. ചിത്രം 4.1 നിരീക്ഷിച്ച് ഏറ്റവും വലിയ അക്ഷാംശ വൃത്തം കണ്ടെത്തൂ. ഏതാണ്? ഭൂമധ്യരേഖയാണ് അല്ലെ. 0 ഡിഗ്രി അക്ഷാംശ വൃത്തമാണ് ഏറ്റവും വലിപ്പമുള്ളതെന്ന് കണ്ടെത്തിയല്ലോ. ഇതാണ് ഭൂമധ്യരേഖ. ഗ്ലോബിൽ ഭൂമധ്യരേഖയുടെ വടക്കും തെക്കുമായി അക്ഷാംശ രേഖകൾ വരച്ചിരിക്കുന്നത് നിരീക്ഷിക്കൂ. എല്ലാ അക്ഷാംശ വൃത്തങ്ങൾക്കും ഒരേ വലിപ്പമാണോ? അല്ല. ഭൂമധ്യരേഖയിൽ നിന്ന് ഇരുവശങ്ങളിലേക്ക് പോകുന്തോറും അക്ഷാംശ വൃത്തങ്ങളുടെ വലുപ്പം കുറഞ്ഞു വരുന്നതായി കാണാം. അക്ഷാംശ രേഖകൾ വരച്ചു നോക്കിയാലോ. അകം പൊള്ളയല്ലാത്ത ഒരു റബ്ബർ പന്തിനെ 2 തുല്യ ഭാഗങ്ങളായി ഛേദിക്കുക. 2 പകുതിയിലും കോൺമാപിനി ഉപയോഗിച്ച് ചിത്രത്തിൽ കാണുന്നത് പോലെ 0 ഡിഗ്രി മുതൽ 90 ഡിഗ്രി വരെ കോണളവുകൾ രേഖപ്പെടുത്തുക. കോണളവുകൾ അടിസ്ഥാനമാക്കി ഛേദിച്ച ഭാഗത്തിന്റെ മധ്യത്തിലേക്ക് ചിത്രത്തിൽ കാണുന്നത് പോലെ രേഖകൾ വരച്ചു യോജിപ്പിക്കൂ. ഇനി ഈ വരകളെ ഉപരിതലത്തിലേക്ക് നീട്ടി വരച്ച് തുല്യ കോണളവുകളെ യോജിപ്പിക്കൂ. തുടർന്ന് മറ്റേ പകുതിയിലും ഇതുപോലെ വരച്ചു ചേർക്കുക. 2 പകുതികളും ചേർത്തൊട്ടിക്കുക. അക്ഷാംശ വൃത്തങ്ങൾ വരച്ച പന്ത് ലഭ്യമാകും. ഭൂമധ്യരേഖയെ അടിസ്ഥാനമാക്കി ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായി സങ്കല്പിക്കാം. ഭൂമധ്യരേഖയുടെ വടക്ക് ഭാഗത്തുള്ള അർദ്ധഗോളം ഉത്തരാർദ്ധഗോളം എന്നും തെക്ക് ഭാഗത്തുള്ള അർദ്ധഗോളം ദക്ഷിണാർദ്ധഗോളം എന്നും അറിയപ്പെടുന്നു. ഗ്ലോബ് നിരീക്ഷിച്ച് തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കൂ. ഉത്തരാർദ്ധഗോളത്തിൽ ഉൾപ്പെട്ട ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെ? ദക്ഷിണാർദ്ധഗോളത്തിൽ ഉൾപ്പെട്ട ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെ? 2 അർദ്ധഗോളങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെ എന്നാണ് കണ്ടെത്തേണ്ടത്. ഉത്തരാർദ്ധഗോളത്തിൽ ഉൾപ്പെട്ട ഭൂഖണ്ഡങ്ങൾ ഏഷ്യ, യൂറോപ്പ്, വടക്കേ അമേരിക്ക തുടങ്ങിയവയാണ്. ദക്ഷിണാർദ്ധഗോളത്തിൽ ഉൾപ്പെട്ട ഭൂഖണ്ഡങ്ങൾ ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക എന്നിവയാണ്. 2 അർദ്ധഗോളങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഭൂഖണ്ഡങ്ങൾ ആഫ്രിക്ക, തെക്കേ അമേരിക്ക എന്നീ 2 ഭൂഖണ്ഡങ്ങളാണ്. ഭൂമധ്യരേഖ അഥവാ 0 ഡിഗ്രി അക്ഷാംശ വൃത്തത്തിൽ നിന്നും വടക്കോട്ടും തെക്കോട്ടും പോകുന്തോറും അക്ഷാംശ വൃത്തങ്ങളുടെ വലുപ്പം കുറഞ്ഞു വരുന്നതായി കാണുന്നില്ലേ? അക്ഷാംശ വൃത്തങ്ങളുടെ വലുപ്പം കുറഞ്ഞു വന്ന് 90 ഡിഗ്രി വടക്ക്, 90 ഡിഗ്രി തെക്ക് എന്നീ ബിന്ദുക്കളിൽ അവസാനിക്കുന്നതായി കാണാം. 90 ഡിഗ്രി വടക്കുള്ള അക്ഷാംശത്തെ ഉത്തര ധ്രുവം എന്നും 90 ഡിഗ്രി തെക്കുള്ള അക്ഷാംശത്തെ ദക്ഷിണ ധ്രുവം എന്നും വിളിക്കുന്നു. ഭൂമധ്യരേഖയ്ക്ക് വടക്കുള്ള അക്ഷാംശങ്ങൾ ഉത്തര അക്ഷാംശങ്ങളെന്നും തെക്കുള്ള അക്ഷാംശങ്ങൾ ദക്ഷിണ അക്ഷാംശങ്ങൾ എന്നും അറിയപ്പെടുന്നു. നമുക്കവിടെ ഉത്തര ധ്രുവത്തിന്റെയും ദക്ഷിണ ധ്രുവത്തിനെയും ഒക്കെ ചിത്രത്തിൽ ഗ്ലോബിൽ എന്തായിട്ടുണ്ട് മാർക്ക് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ചിത്രത്തിൽ ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും നിരീക്ഷിക്കൂ. ധ്രുവങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ഭൂമിക്കുള്ളിലും ഒരു നേർരേഖ സങ്കല്പിച്ചാൽ അതാണ് ഭൂമിയുടെ അച്ചുതണ്ട്. ഈ സാങ്കല്പിക അച്ചുതണ്ടിനെ ആധാരമാക്കിയാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത്.
അച്ചുതണ്ടിന് ഭൂമിയുടെ പരിക്രമണ തലത്തിന്റെ ലംബത്തിൽ നിന്ന് 23.5 ഡിഗ്രി ചെരിവുണ്ട്. ചിത്രം 4.5 ബി നിരീക്ഷിച്ച് അച്ചുതണ്ടിന്റെ ചരിവ് തിരിച്ചറിയൂ. കണ്ടോ മക്കളെ, 23.5 ഡിഗ്രി ചെരിവിലാണ് അച്ചുതണ്ട് തിരിയുന്നത്. അച്ചുതണ്ടിനെ ബേസ് ചെയ്താണ് അത് തിരിയുന്നത്. ചിത്രം 4.5 എ നിരീക്ഷിച്ച് പ്രധാനപ്പെട്ട അക്ഷാംശ രേഖകളുടെ പട്ടിക പൂർത്തിയാക്കൂ. നമുക്കവിടെ പ്രധാന അക്ഷാംശ രേഖകൾ, അതിന്റെ ഡിഗ്രി അളവ് എന്നിങ്ങനെയുള്ള ഒരു പട്ടിക തന്നിട്ടുണ്ട്. ആദ്യത്തേത് ഭൂമധ്യരേഖയാണ്. അതിന്റെ ഡിഗ്രി അളവ് 0 ഡിഗ്രിയാണ്. പിന്നെ ഉത്തരായന രേഖ 23.5 ഡിഗ്രി വടക്കാണ്. പിന്നെ 23.5 ഡിഗ്രി തെക്കുള്ളത് ദക്ഷിണായന രേഖയാണ്. ആർട്ടിക് വൃത്തത്തിന്റെ ചരിവ് 66.5 ഡിഗ്രി അളവാണ്. പിന്നെ അതുപോലെ അന്റാർട്ടിക് വൃത്തത്തിൻ്റെത് 66.5 ഡിഗ്രി തെക്കാണ്. രേഖാംശ രേഖകൾ ഭൂകേന്ദ്രത്തെ ആധാരമാക്കി ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഭൗമോപരിതലത്തിലൂടെ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ. ഒരേ വലുപ്പത്തിലുള്ള അർദ്ധവൃത്തങ്ങളാണ് ഇവ. രേഖാംശ രേഖകളെ അടിസ്ഥാനമാക്കിയാണ് ഭൂമിയിൽ സമയം നിർണ്ണയിക്കുന്നത്. പ്രധാന രേഖാംശ രേഖകളാണ് 0 ഡിഗ്രി രേഖാംശ രേഖയും 180 ഡിഗ്രി രേഖാംശ രേഖയും. 1 ഡിഗ്രി ഇടവിട്ട് ഇരു ധ്രുവങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് രേഖാംശ രേഖകൾ വരയ്ക്കുകയാണെന്ന് സങ്കല്പിക്കൂ. എങ്കിൽ നമുക്ക് 360 രേഖാംശ രേഖകൾ വരയ്ക്കാനായിട്ട് കഴിയും. അക്ഷാംശ രേഖകൾ വരച്ചതുപോലെ ചിത്രങ്ങൾ നിരീക്ഷിച്ച് പന്തിൽ രേഖാംശ രേഖകൾ വരച്ച് അളവുകൾ രേഖപ്പെടുത്തൂ. അത് മക്കൾക്ക് ചെയ്തു നോക്കാവുന്ന ഒരു പ്രവർത്തനമാണ്. ചിത്രം 4.6, 4.7 എന്നിവ നിരീക്ഷിക്കൂ. പ്രധാന രേഖാംശ രേഖകൾ പ്രത്യേകമായി അടയാളപ്പെടുത്തിയിരിക്കുന്നത് കണ്ടില്ലേ? ഗ്ലോബ് നിരീക്ഷിച്ച് ഈ രേഖകളെ തിരിച്ചറിയൂ. ഇവയുടെ പ്രത്യേകതകൾ എന്താണ്? 0 ഡിഗ്രി രേഖാംശ രേഖയെ പ്രൈം മെറിഡിയൻ എന്നാണ് വിളിക്കുന്നത്. ലണ്ടന് സമീപമുള്ള ഗ്രീനിച്ച് എന്ന സ്ഥലത്തുകൂടി ഈ രേഖ കടന്നു പോകുന്നതുകൊണ്ട് ഗ്രീനിച്ച് രേഖ എന്നും ഇത് അറിയപ്പെടുന്നു. 0 ഡിഗ്രി രേഖാംശ രേഖയുടെ നേരെ എതിർവശത്തുള്ള രേഖയാണ് 180 ഡിഗ്രി രേഖാംശ രേഖ. ഇതിനെ ആധാരമാക്കിയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ വരച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ ഒരു നേർരേഖയല്ല. കാരണം അന്വേഷിച്ചറിയൂ. അപ്പോൾ അതാ കണ്ടോ മക്കളെ, അതാണ് നമുക്ക് ഇവിടെ രണ്ടാമത്തെ 4.7 എന്നുള്ള ചിത്രത്തിലൊക്കെ തന്നിട്ടുള്ളത്. അതൊരു നേർരേഖയല്ല എന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അല്ലേ? ഇനി അന്താരാഷ്ട്ര ദിനാങ്ക രേഖ ഒരു നേർരേഖയല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് മുറിച്ചു കടക്കുമ്പോൾ ഒരു ദിവസം നഷ്ടപ്പെടുകയും പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് മുറിച്ചു കടക്കുമ്പോൾ ഒരു ദിവസം അധികമാവുകയും ചെയ്യും. ഒരു രാജ്യത്തിനുള്ളിലെ വിവിധ സ്ഥലങ്ങളിൽ ഒരേ സമയത്തു തന്നെ വ്യത്യസ്ത ദിവസങ്ങൾ ഉണ്ടാകുന്നത് ഒഴിവാക്കാനാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖയിൽ ചിലയിടങ്ങളിൽ വ്യതിചലനം വരുത്തിയിരിക്കുന്നത്. പസഫിക് സമുദ്രത്തിൽ ജനവാസമുള്ള കരഭാഗങ്ങളെ ഒഴിവാക്കും വിധമാണ് ഈ രേഖ ക്രമീകരിച്ചിരിക്കുന്നത്. പ്രൈം മെറിഡിയനെ ആധാരമാക്കി ഭൂമിയെ കിഴക്കേ അർദ്ധഗോളമെന്നും പടിഞ്ഞാറേ അർദ്ധഗോളമെന്നും രണ്ടായി തിരിക്കാം. ഗ്രീനിച്ച് രേഖയ്ക്ക് കിഴക്കുള്ള രേഖാംശങ്ങളെ കിഴക്കൻ രേഖാംശങ്ങൾ എന്നും പടിഞ്ഞാറുള്ളവയെ പടിഞ്ഞാറൻ രേഖാംശങ്ങൾ എന്നും വിളിക്കുന്നു. ചിത്രം 4.8 നിരീക്ഷിക്കൂ. പടിഞ്ഞാറേ അർദ്ധഗോളവും കിഴക്കേ അർദ്ധഗോളവും തിരിച്ചറിയൂ. ചുവടെ നൽകിയിരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെ അർദ്ധഗോളത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഗ്ലോബിന്റെ സഹായത്തോടെ കണ്ടെത്തി രാജ്യങ്ങളുടെ നേരെ രേഖപ്പെടുത്തൂ. ആദ്യത്തേത് ഇന്ത്യയാണ്. ഇന്ത്യ ഉൾപ്പെടുന്നത് കിഴക്കേ അർദ്ധഗോളത്തിലാണ്. അമേരിക്കൻ ഐക്യനാടുകൾ ഉൾപ്പെടുന്നത് പടിഞ്ഞാറേ അർദ്ധഗോളത്തിലാണ്. ബ്രസീൽ ഉൾപ്പെടുന്നത് പടിഞ്ഞാറേ അർദ്ധഗോളത്തിലാണ്. ഇന്തോനേഷ്യ ഉൾപ്പെടുന്നത് കിഴക്കേ അർദ്ധഗോളത്തിലാണ്. അക്ഷാംശ രേഖാംശ രേഖകൾ പരിചയപ്പെട്ടല്ലോ. അക്ഷാംശ രേഖാംശ രേഖകളെ അടിസ്ഥാനമാക്കിയാണ് ഭൂമിയിൽ ഒരു സ്ഥലത്തിന്റെയോ പ്രദേശത്തിന്റെയോ വസ്തുവിന്റെയോ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കുന്നത്. അക്ഷാംശ രേഖാംശ രേഖകളെ ചിത്രീകരിച്ചിരിക്കുന്നത് നോക്കൂ. അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലികയാണ് ഇത്. ഇതിനെ ഗ്രാറ്റിക്യൂൾ എന്ന് വിളിക്കുന്നു. ഭൂപടങ്ങളിലും അറ്റ്ലസുകളിലും അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലിക കാണാൻ കഴിയും. ഇനി അതിന് താഴെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. ചിത്രം നിരീക്ഷിക്കൂ. ഇന്ത്യയുടെ സ്ഥാനം ഏതൊക്കെ അക്ഷാംശ രേഖാംശങ്ങൾക്കിടയിലാണെന്ന് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കൂ. ഇന്ത്യയുടെ സ്ഥാനം അക്ഷാംശത്തിൽ 8 ഡിഗ്രി വടക്ക് മുതൽ 38 ഡിഗ്രി വടക്ക് വരെയും രേഖാംശത്തിൽ 68 ഡിഗ്രി കിഴക്ക് മുതൽ 98 ഡിഗ്രി കിഴക്ക് വരെയുമാണ്. ഭൂപ്രക്ഷേപങ്ങൾ. ഭൂമിയുടെ ഉപരിതല സവിശേഷതകളുടെ സൂക്ഷ്മമായ പഠനത്തിന് ഗ്ലോബ് മാത്രം മതിയാകുമോ? ഇന്ത്യയുടെ സ്ഥാനം ഭൂമിയിൽ എവിടെയാണെന്ന് കൃത്യമായി നിർണ്ണയിക്കാൻ അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലികയാണ് നമ്മെ സഹായിച്ചത്. ഭൂപട നിർമ്മാണത്തിനുള്ള ചട്ടക്കൂട് ഈ അക്ഷാംശ രേഖാംശങ്ങളുടെ ജാലികയാണ്. ഭൗമോപരിതല സവിശേഷതകളെ ചിത്രീകരിച്ചുള്ള ഒരു പരന്ന പ്രതലമാണ് ഭൂപടം എന്ന് നിങ്ങൾക്കറിയാം. ഭൂമിയുടെ ഉപരിതലം വക്രമാണെങ്കിലും ഭൂപടം നിർമ്മിക്കേണ്ടത് പരന്ന പ്രതലത്തിലാണ്. ഉരുണ്ട പ്രതലത്തിലെ സവിശേഷതകളെ പരന്ന പ്രതലത്തിലേക്ക് മാറ്റി വരയ്ക്കുന്നത് ഭൂപട നിർമ്മാണത്തിലെ പ്രധാന വെല്ലുവിളിയാണ്. ഒരു ഗ്ലോബിനെ പരത്തി നമുക്ക് എങ്ങനെ ഭൂപടം നിർമ്മിക്കാൻ കഴിയും? ചിത്രത്തിൽ കാണുന്നത് പോലെ ഒന്ന് പരത്തി നോക്കിയാലോ? ഗ്ലോബിനെ പരന്ന പ്രതലമാക്കി മാറ്റിയപ്പോൾ ധ്രുവ പ്രദേശങ്ങളും ചില വൻകരകളും മുറിഞ്ഞു പോയതായി കാണുന്നില്ലേ? ഇത്തരത്തിൽ ഗ്ലോബിനെ പരത്തി ഭൂപടം നിർമ്മിച്ചാൽ വികലമായ ഭൂപടമാകും കിട്ടുക.
ഗ്ലോബിനെ ഒരു ടേസിംഗ് പേപ്പർ ഉപയോഗിച്ച് പൊതിഞ്ഞ ശേഷം ഭൂഖണ്ഡങ്ങൾ വരയ്ക്കാൻ ശ്രമിക്കൂ. മടക്കുകളും ചുളിവുകളും കാരണം അപാകതകൾ നിറഞ്ഞ ഭൂപടമല്ലേ നമുക്ക് ലഭിക്കുക. ഗോളാകൃതിയിലുള്ള ഗ്ലോബിന്റെ ഉപരിതല സവിശേഷതകളെ ഇത്തരത്തിലുള്ള അപാകതകൾ ഇല്ലാതെ പരന്ന പ്രതലത്തിലേക്ക് എങ്ങനെ പകർത്തി ഒരു ഭൂപടം നിർമ്മിക്കാം? ഇതിനായി ഭൂപ്രക്ഷേപങ്ങൾ എന്ന സങ്കേതം ഉപയോഗിക്കുന്നു. അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലികയെ ഏതെങ്കിലും പരന്ന പ്രതലത്തിലേക്ക് ശാസ്ത്രീയമായി പകർത്തുന്ന രീതിയാണ് ഭൂപ്രക്ഷേപങ്ങൾ. സുതാര്യമായ ഗ്ലോബിനുള്ളിൽ ഒരു പ്രകാശ സ്രോതസ് സജ്ജീകരിച്ച് അക്ഷാംശ രേഖാംശ രേഖകളും ഭൂതല സവിശേഷതകളും പരന്ന പ്രതലത്തിലേക്ക് മാറ്റി വരയ്ക്കുകയാണ് പരമ്പരാഗത രീതി. ഇവ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കിയാലോ. ഒരു സ്ഫടിക ജാർ വായ്ഭാഗം അടിയിൽ വരുന്ന രീതിയിൽ വയ്ക്കുക. ജാറിന്റെ ഉപരിതലത്തിൽ ചിത്രത്തിൽ കാണുന്നത് പോലെ മാർക്കർ പെൻ ഉപയോഗിച്ച് അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളും വരച്ചു നോക്കൂ. ഈ സ്ഫടിക ജാറിന് മുകളിലായി ഒരു പരന്ന പ്രതലം വയ്ക്കുക. ജാറിനുള്ളിൽ ഒരു പ്രകാശ സ്രോതസ് വയ്ക്കുക. അപ്പോൾ എന്താണ് കാണാൻ സാധിക്കുന്നത്? ജാറിന് മുകളിൽ വരച്ചിട്ടുള്ള അക്ഷാംശ രേഖാംശ രേഖകളുടെ നിഴൽ പരന്ന പ്രതലത്തിലേക്ക് പതിയുന്നത് കാണാം. ഈ ജാലികയെ പരന്ന പ്രതലത്തിൽ വരച്ചെടുത്ത അക്ഷാംശ രേഖാംശ രേഖകളുടെ ഡിഗ്രി അളവുകൾ രേഖപ്പെടുത്തിയതിനു ശേഷം അവയെ അടിസ്ഥാനമാക്കി ഭൂഖണ്ഡങ്ങളോ രാജ്യങ്ങളോ വരച്ചു ചേർത്ത് ഭൂപടം നിർമ്മിക്കാവുന്നതാണ്. ഈ രീതിയിൽ ഭൂമിയിലെ ഏത് പ്രദേശത്തിന്റെയും അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലിക പകർത്തി ആ പ്രദേശത്തിന്റെ ഭൂപടം നിർമ്മിക്കാൻ കഴിയും. വ്യത്യസ്ത ആകൃതിയിലുള്ള പ്രതലങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് സാധ്യമാക്കുന്നത്. പ്രതലം, പ്രകാശ സ്രോതസ് എന്നിവയുടെ സ്ഥാനം മാറ്റി വിവിധങ്ങളായ ഭൂപ്രക്ഷേപങ്ങൾ തയ്യാറാക്കാൻ കഴിയും. പ്രതലത്തിന്റെ ആകൃതിയുടെ അടിസ്ഥാനത്തിൽ ഭൂപ്രക്ഷേപങ്ങളെ 3ആയി തിരിക്കാം. അവയെ ഇനി നമുക്ക് പരിചയപ്പെട്ടാലോ. അതിലാദ്യത്തേത് സിലിണ്ട്രിക്കൽ പ്രക്ഷേപമാണ്. ചിത്രം 4.13 നിരീക്ഷിക്കൂ. സുതാര്യമായ ഗ്ലോബിൽ ഒരു പ്രകാശ സ്രോതസ് സജ്ജീകരിച്ചിരിക്കുന്നു. അതിനെ ആവരണം ചെയ്ത് സിലിണ്ടർ ആകൃതിയിലുള്ള പ്രതലം വച്ചിരിക്കുന്നു. ഗ്ലോബിനെ വലയം ചെയ്തിരിക്കുന്ന സിലിണ്ടർ ആകൃതിയിലുള്ള പ്രതലത്തിലേക്ക് അക്ഷാംശ രേഖാംശങ്ങളുടെ ജാലിക പകർത്തുന്നു. ഇതാണ് സിലിണ്ട്രിക്കൽ പ്രക്ഷേപം. ഭൂമധ്യരേഖാ പ്രദേശങ്ങളുടെ കൃത്യതയാർന്ന ഭൂപട ചിത്രീകരണത്തിനായി ഈ ഭൂപ്രക്ഷേപം പ്രയോജനപ്പെടുത്താവുന്നതാണ്. സിലിണ്ടർ ആകൃതിയിലുള്ള പ്രതലത്തിൽ ഭൂതല സവിശേഷതകൾ പകർത്തി നിർമ്മിച്ചാൽ ലഭിക്കുന്ന ഭൂപടത്തിന്റെ ചിത്രം ഏകദേശം ഇതുപോലെയായിരിക്കും അവിടെ തന്നിട്ടുണ്ട്. ഇനി അടുത്ത പ്രക്ഷേപം ശീർഷതല പ്രക്ഷേപമാണ്. ചിത്രം 4.14 നിരീക്ഷിച്ച് ഏത് പ്രദേശത്തെ അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലിക പകർത്തുന്നതിനായിട്ടാണ് ശീർഷതല പ്രക്ഷേപം ഉപയോഗിക്കുന്നതെന്ന് കണ്ടെത്തൂ. സുതാര്യമായ ഒരു ഗ്ലോബിന്റെ മധ്യഭാഗത്ത് പ്രകാശ സ്രോതസ്സും മുകൾ ഭാഗത്ത് പരന്ന പ്രതലവും വയ്ക്കുന്നു. പ്രകാശ സ്രോതസ് തെളിക്കുമ്പോൾ മുകളിൽ വച്ചിട്ടുള്ള പ്രതലത്തിൽ ആ പ്രദേശത്തെ അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലിക തെളിയുന്നു. ഇത്തരത്തിൽ ശീർഷതല പ്രക്ഷേപം ഉപയോഗിച്ച് അക്ഷാംശ രേഖാംശങ്ങളുടെ ജാലിക ഒരു പരന്ന പ്രതലത്തിൽ തയ്യാറാക്കുന്നു. പരന്ന പ്രതലത്തിൽ ധ്രുവപ്രദേശങ്ങളുടെ ഭൂതല സവിശേഷതകൾ പകർത്തി നിർമ്മിച്ചാൽ ലഭിക്കുന്ന ഭൂപടം ഇവിടെ എങ്ങനെയാണ് വരിക എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. കണ്ടല്ലോ മക്കളെ. 3-ാമത്തെ പ്രക്ഷേപം ഏതാണെന്ന് നോക്കൂ. കോണിക്കൽ പ്രക്ഷേപം. കോണാകൃതിയിലുള്ള പ്രതലത്തിൽ അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലികയെ പകർത്തി തയ്യാറാക്കുന്ന പ്രക്ഷേപ രീതിയാണ് കോണിക്കൽ പ്രക്ഷേപം. അക്ഷാംശ രേഖാംശ രേഖകളുടെ നിഴലുകൾ കോണാകൃതിയിലുള്ള പ്രതലത്തിൽ വരച്ച് ഭൂപടം നിർമ്മിക്കുന്നു. മധ്യ അക്ഷാംശ രേഖാ പ്രദേശങ്ങളുടെ ഭൂപട നിർമ്മാണത്തിന് ഈ ഭൂപ്രക്ഷേപം കൂടുതലായി ഉപയോഗിക്കുന്നു. കോണാകൃതിയിലുള്ള പ്രതലത്തിൽ അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലിക പകർത്തി നിർമ്മിച്ചാൽ ലഭിക്കുന്ന ഭൂപടം എങ്ങനെയായിരിക്കുമെന്ന് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇനി അതിന് താഴെയായി നമുക്കൊരു ചോദ്യം തന്നിട്ടുണ്ട്. ഭൂപ്രക്ഷേപങ്ങളുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തിയ ആശയപടം പൂർത്തിയാക്കൂ. ആദ്യത്തേത് നമുക്ക് അവിടെ സവിശേഷതകൾ തന്നിട്ടുണ്ട്. പ്രക്ഷേപതലം പരന്നത് പൊതുവെ ധ്രുവ പ്രദേശങ്ങളുടെ ചിത്രീകരണത്തിനായി ഉപയോഗിക്കുന്നു. അത് ഏത് തരം പ്രക്ഷേപമാണ് മക്കളെ? ശീർഷതല പ്രക്ഷേപമാണ്. അടുത്തതായി സിലിണ്ട്രിക്കൽ പ്രക്ഷേപത്തിന്റെ പ്രത്യേകതകൾ സവിശേഷതകൾ എന്താണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രക്ഷേപതലം സിലിണ്ടർ ആകൃതിയിലുള്ളതാണ്. പൊതുവെ ഭൂമധ്യരേഖാ പ്രദേശങ്ങളുടെ ഭൂപട ചിത്രീകരണത്തിനായി ഉപയോഗിക്കുന്നു. 3-ാമതായി വരുന്നത് കോണിക്കൽ പ്രക്ഷേപമാണ്. അതിന്റെ സവിശേഷതകൾ: പ്രക്ഷേപതലം കോണാകൃതിയിലുള്ളത്. പൊതുവെ മധ്യരേഖാംശ പ്രദേശങ്ങളുടെ ഭൂപട ചിത്രീകരണത്തിനായാണ് ഉപയോഗിക്കുന്നത്. 3 തരം ഭൂപ്രക്ഷേപങ്ങൾ പരിചയപ്പെട്ടല്ലോ. ഭൂമിയുടെ ഉപരിതല സവിശേഷതകളെ പരന്ന പ്രതലത്തിലേക്ക് മാറ്റുന്നതിന് ഭൂപ്രക്ഷേപങ്ങളുടെ കൂടാതെ ഗണിതശാസ്ത്ര സാങ്കേതവും ഉപയോഗിക്കുന്നുണ്ട്. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സൂക്ഷ്മതയും കൃത്യതയും നിലനിർത്തി ഇന്ന് ഭൂപടങ്ങൾ നിർമ്മിച്ചു വരുന്നു. നമുക്കവിടെ ഒരു പത്ര കട്ടിങ് കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കൂ. നഗരസഭയിൽ GIS മാപ്പിംഗ് പദ്ധതിക്ക് തുടക്കം. വിവരശേഖരണത്തിന് കൂടുതൽ കൃത്യതയും വേഗതയും ശാസ്ത്രീയതയും നൽകുക എന്ന ലക്ഷ്യത്തോടെ ഭൂവിവര വ്യവസ്ഥയുടെ അഥവാ GIS ഉപയോഗപ്പെടുത്തി നഗരസഭയുടെ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ പദ്ധതിക്ക് തുടക്കമായി. വാർത്ത ശ്രദ്ധിച്ചല്ലോ. എന്താണ് ഭൂവിവര വ്യവസ്ഥ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ?
ഭൂമിശാസ്ത്ര വിവരങ്ങൾ ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും സൂക്ഷിച്ചു വെക്കുകയും ആവശ്യ സന്ദർഭങ്ങളിൽ ഭൂപടങ്ങൾ, ഗ്രാഫുകൾ, പട്ടികകൾ മുതലായ രൂപങ്ങളായി ദൃശ്യവൽക്കരിച്ച് പ്രയോജനപ്പെടുത്തുന്ന സംവിധാനമാണ് ഭൂവിവര വ്യവസ്ഥ. ഭൂപടങ്ങളും അടിസ്ഥാന വിവര സ്രോതസ്സുകളായി ഭൂവിവര വ്യവസ്ഥയിൽ ഉൾപ്പെടുത്താറുണ്ട്. ഭൂപടങ്ങളെ കമ്പ്യൂട്ടറിന്റെ സഹായത്താൽ ഡിജിറ്റൽ രൂപത്തിലാക്കി അക്ഷാംശ രേഖാംശ സ്ഥാനം നിർണ്ണയിക്കുന്നു. ഈ ഡിജിറ്റൽ ഭൂപടത്തെ അടിസ്ഥാന ഭൂപടമാക്കിക്കൊണ്ട് അതിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നു. ഭൂപട നിർമ്മാണം, വിഭവ പരിപാലനം, പ്രകൃതി ദുരന്ത നിവാരണം, ടൂറിസം, ഗതാഗതം, വാർത്താവിനിമയം തുടങ്ങിയ മേഖലകളിൽ ഈ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്താം. നമുക്കിനി അതിന് താഴെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്, വായിച്ചു നോക്കൂ. നിത്യജീവിതത്തിൽ ഭൂവിവര വ്യവസ്ഥ ഉപയോഗപ്പെടുത്തുന്ന വിവിധ സന്ദർഭങ്ങൾ പട്ടികപ്പെടുത്തൂ. ഗതാഗത കുരുക്കുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ ബസ്, ട്രെയിൻ എന്നിവയുടെ നിലവിലെ സ്ഥാനം അറിയുന്നതിന് യാത്രികരെ സഹായിക്കുന്നു. യാത്രാ വിമാനങ്ങളുടെ നിലവിലെ സ്ഥാനം, യാത്രികൻ നിൽക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരുന്ന സമയം എന്നിവ മുൻകൂട്ടി അറിയാൻ കഴിയുന്നു. ദുർഘടമായ സ്ഥലങ്ങളിൽ സാഹസിക യാത്ര നടത്തുന്ന യാത്രികർക്കും നാവികർക്കും സമുദ്രസഞ്ചാരികൾക്കും പോകുന്ന സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ, യാത്രാമാർഗങ്ങൾ, അടുത്തതായി എത്തിച്ചേരാൻ പോകുന്ന സ്ഥലം തുടങ്ങിയവ മുൻകൂട്ടി അറിയാൻ കഴിയുന്നു. പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കൃത്യതയും സൂക്ഷ്മതയും നൽകുന്നതിന് ഉപയോഗപ്പെടുത്തുന്നു. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോപരിതല സവിശേഷതകളുടെയും കൃത്യമായ സ്ഥാനം, ദിശ, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്നിവ തിരിച്ചറിയുന്നതിന് ഭൂതല വിശകലനവും ഭൂപട വായനയും അനിവാര്യമാണ്. ഭൗമോപരിതലത്തിലെ ജലസ്രോതസ്സുകൾ, വനങ്ങൾ, കൃഷിസ്ഥലങ്ങൾ, തരിശുഭൂമികൾ, ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ, ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ മുതലായവ ചിത്രീകരിച്ചിട്ടുള്ള വ്യത്യസ്ത ഭൂപടങ്ങൾ ആധുനിക കാലത്ത് ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട്. ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതല സവിശേഷതകൾ പരന്ന പ്രതലത്തിലേക്ക് പകർത്തുമ്പോൾ വരുന്ന മാറ്റങ്ങളും തിരിച്ചറിഞ്ഞല്ലോ. നിത്യജീവിതത്തിൽ ഭൂപടങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന അവസരങ്ങളിൽ ശരിയായ ഭൂപട വായന അനിവാര്യമാണ്. ഇനി നമുക്ക് തുടർ പ്രവർത്തനങ്ങൾ നോക്കാം. ചോദ്യം 1. ഇന്ത്യയുടെ അക്ഷാംശ രേഖാംശ സ്ഥാനം കണ്ടെത്തിയതുപോലെ തന്നിട്ടുള്ള രാജ്യങ്ങളുടെ അക്ഷാംശ രേഖാംശ സ്ഥാനം ഗ്ലോബ്, അറ്റ്ലസ്, ലോക ഭൂപടം എന്നിവയുടെ സഹായത്തോടെ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കൂ. അതിൽ ഒന്നാമത്തെ രാജ്യം ജപ്പാനാണ്. ജപ്പാനിന്റെ അക്ഷാംശ സ്ഥാനം 20 ഡിഗ്രി വടക്ക് മുതൽ 45 ഡിഗ്രി വടക്ക് വരെയാണ്. രേഖാംശ സ്ഥാനം 122 ഡിഗ്രി കിഴക്ക് മുതൽ 153 ഡിഗ്രി കിഴക്ക് വരെയാണ്. ശ്രീലങ്കയുടെ സ്ഥാനം 5 ഡിഗ്രി 55 മിനിറ്റ് വടക്ക് മുതൽ 9 ഡിഗ്രി 51 മിനിറ്റ് വടക്ക് വരെയാണ് അക്ഷാംശം. രേഖാംശത്തിന്റെ സ്ഥാനം വരുന്നത് 79 ഡിഗ്രി 41 മിനിറ്റ് കിഴക്ക് മുതൽ 81 ഡിഗ്രി 53 മിനിറ്റ് കിഴക്ക് വരെയാണ്. മൂന്നാമത്തെ രാജ്യം ഓസ്ട്രേലിയയാണ്. അതിന്റെ അക്ഷാംശ സ്ഥാനം 9 ഡിഗ്രി തെക്ക് മുതൽ 44 ഡിഗ്രി തെക്ക് വരെയാണ്. രേഖാംശ സ്ഥാനം 112 ഡിഗ്രി കിഴക്ക് മുതൽ 154 ഡിഗ്രി കിഴക്ക് വരെയാണ്. ചോദ്യം 2. ഗ്ലോബ്, അറ്റ്ലസ്, ലോക ഭൂപടം എന്നിവയുടെ സഹായത്തോടെ തന്നിരിക്കുന്ന ലോകരാജ്യങ്ങൾ ഏത് അർദ്ധഗോളത്തിൽ ഉൾപ്പെടുന്നുവെന്ന് പട്ടികയിൽ രേഖപ്പെടുത്തൂ. ഇതിൽ നമുക്ക് തന്നിരിക്കുന്ന രാജ്യങ്ങൾ ബ്രസീൽ, ഇന്തോനേഷ്യ, സൗദി അറേബ്യ, നോർവേ, ദക്ഷിണ ആഫ്രിക്ക, അർജന്റീന, കാനഡ, കെനിയ, അംഗോള തുടങ്ങിയവയാണ്. ഇതിൽ ഉത്തരാർദ്ധഗോളത്തിൽ മാത്രം ഉൾപ്പെടുന്ന രാജ്യങ്ങൾ നോർവേ, കാനഡ, സൗദി അറേബ്യ എന്നിവയാണ്. ദക്ഷിണാർദ്ധഗോളത്തിൽ മാത്രം ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ദക്ഷിണാഫ്രിക്ക, അർജന്റീന, അംഗോള എന്നിവയാണ്. 2 അർദ്ധഗോളങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്ന രാജ്യങ്ങൾ ബ്രസീൽ, ഇന്തോനേഷ്യ, കെനിയ എന്നിവയാണ്. ചോദ്യം 3. ചുവടെ നൽകിയിട്ടുള്ള വർക്ക് ഷീറ്റ് പൂർത്തിയാക്കൂ. ഏറ്റവും വലിയ അക്ഷാംശ വൃത്തം ഭൂമധ്യരേഖയാണ്. ഭൂമധ്യരേഖയുടെ വടക്ക് ഭാഗത്തുള്ള അർദ്ധഗോളം ഉത്തരാർദ്ധഗോളമാണ്. ഉത്തരായന രേഖ ദക്ഷിണാർദ്ധഗോളത്തിലാണ്. ഭൂകേന്ദ്രത്തെ ആധാരമാക്കി ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ രേഖാംശ രേഖകളാണ്. 0 ഡിഗ്രി രേഖാംശ രേഖ പ്രൈം മെറിഡിയൻ അഥവാ ഗ്രീനിച്ച് രേഖയാണ്. അന്റാർട്ടിക് വൃത്തം അന്താരാഷ്ട്ര ദിനാങ്ക രേഖയാണ്. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് കേട്ടോ മക്കളെ നിങ്ങൾക്ക് ഗ്ലോബിൽ നിന്ന് ഭൂപടത്തിലേക്ക് എന്നുള്ള പാഠഭാഗത്തിൽ ചെയ്യാനായിട്ടുള്ളത്. പാഠഭാഗവും അതിൽ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. 6ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്